ഇവിടെ ഈ സമരവേദിയിലെത്തിയപ്പോൾ ഒരു വ്യത്യസ്തമായൊരു കാഴ്ച കാണുവാൻ സാധിച്ചത് ഒരു പള്ളിയിലച്ഛൻ അവർ ഈ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുടി മുറിക്കുന്ന ഒരു ദൃശ്യം കാണുവാനിടയായി. എൻ്റെ പേര് രാജു പി ജോർജ്. ഞങ്ങൾ 3 പേരും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഞങ്ങൾ പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം പ്രദേശങ്ങളിൽ നിന്ന് വന്നതായ ആളുകളാണ്. ഈ ഒരു മുടി വെട്ടണം എന്നുള്ള തീരുമാനമെടുത്തതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ എടുത്തൊരു തീരുമാനമാണ്. കാരണം ഇത്രയും സ്ത്രീകളുടെ മുടി മുറിക്കുമ്പോൾ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ, മുടിയുടെ സൗന്ദര്യമാണ്, എൻ്റെ സൗന്ദര്യം അല്പം പോയാലും കുഴപ്പമില്ല സ്ത്രീകൾക്ക് വേണ്ടി എന്ന് കരുതിയാണ് ഞാൻ ഈ സഹന സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ സമരം 50-ാം ദിവസം പിന്നിടുകയാണോ? ഇതുവരെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു അനുകൂല നിലപാട് അനുഭാവപൂർണ്ണമായ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. ഞാൻ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്, എനിക്ക് അവരോട് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഈ സമരത്തിൽ ഇരിക്കുന്നതായ സ്ത്രീകളെ അവരെ കാണുകയും അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇതെത്രയും വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യണമെന്ന് ശ്രീമതി വീണ ജോർജിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കാരണം എൻ്റെ സുഹൃത്തും കൂടെ ആയതുകൊണ്ടാണ്. എൻ്റെ നാടിൻ്റെ MLA ആണ്, എൻ്റെ നാടിൻ്റെ മന്ത്രിയാണ്. അതുകൊണ്ടുകൂടി അപേക്ഷിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം.